എന്താ സുകന്യേ? എന്താണ്? അയ്യേ ഈ ചെക്കൻ എന്താണ്? കാപ്പ് കുടിക്കാനോ? ഇന്ന് നമ്മുടെ അച്ചുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. അമ്മൂൻ്റെന്ന് വയൽ വരുന്നത് അച്ചുവിൻ്റെ പിറന്നാളാണ്. ഇന്ന് സത്യം പറയാച്ച ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചാട്ടോ. ഒന്നും നടന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയ്ക്കും വയ്യാതെ കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇനി അവളെ വിഷമിപ്പിക്കാതിരിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട്. കേക്കില്ല, എന്താ കേക്ക് മുറിക്കുന്ന ഇഷ്ടമല്ലാന്ന്. കേക്കിൻ്റെ പൈസക്ക് തുണിയാണ് എടുത്തത്. നോക്കട്ടെ അച്ചു, നീച്ച് നിൽക്ക്. എനിക്ക് ഈ കളർ എനിക്കിഷ്ടമായി. അച്ഛനല്ലെങ്കിൽ ലൈറ്റ് കളറുകൾ മേമയ്ക്ക് പാകാവും ചിലപ്പോ. ഈ ഒരു ഉടുപ്പ് ഇട്ടിട്ടൊക്കെ മിഡിൻ ടോപ്പൊക്കെ ഇട്ടിട്ട് മക്കളെ എപ്പോഴാ കാണാൻ പറ്റണോ അല്ലേ ലേട്ടാ? മിഡിൻ ടോപ്പ് ഇട്ടിട്ട് എങ്ങനെ കാണാൻ പറ്റിയ? കുട്ടികൾക്ക് വേറെ വല്ല മക്കളെ വാങ്ങേണ്ടി വരും ഇനി. വേറെ വല്ല മക്കളെ വാങ്ങേണ്ടി വരും പറയാ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മക്കള് ഉടുപ്പിടുന്നത്. ആ കിച്ചു എന്തിനാ കരഞ്ഞ്? അവര് പൊറോട്ട എടുത്ത് കൊടുക്കും. അപ്പൊ ആ സങ്കടം വന്നൊക്കെ എത്ര കിച്ചുവിന്. എന്തിന്? അനക്കെന്ത് തോന്നി അയാൾക്ക് കേട്ടത്? അത്രേ വേണ്ടു. കിട്ടുന്നത് നീയല്ലേ, ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായൊന്നുമില്ലല്ലോ. കറുപ്പ് ജീൻസാണ്, അതിലേക്കൊരു ക്രീം കളർ ടീഷർട്ടാണ്. വേറുള്ളതൊന്നും പറ്റിയില്ല, എനിക്ക് പറ്റിയില്ല. എനിക്കിപ്പോൾ ഇതൊന്നും പറ്റിയിട്ടല്ല, എനിക്ക് പറ്റുന്ന തുണിയും തല്ല. എനിക്ക് പറ്റാത്തൊരു കോലാണിത്. പിന്നെ പണ്ട് വരില്ല. എൻ്റെ ഇഷ്ടത്തിന് ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അടയിൽ തോരേണ്ടി വരും. ഞാൻ മിഡിൻ ടോപ്പ് എനിക്ക് പെൺകുട്ടികളോട് ഇടുന്നത് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയോ. നമുക്ക് കണ്ടോ ഫോണ് എല്ലാ കുട്ടികളും വേഗം വന്നോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പൊറോട്ടയും തരില്ല, ഒന്നും തരില്ല. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച അരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ബിരിയാണി വേണ്ട വയ്യ പറഞ്ഞു. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അവൾക്കൊരു സങ്കടം ആക്കണ്ടല്ലോ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇറച്ചി വാങ്ങിക്കൊണ്ടിരുന്ന സമയം രാത്രി 8:30 മണിയായിക്കുന്നു രാത്രി. അയ്യോ എന്താ ചൂടുവെള്ളം? ആ അമ്മയുടെ കുഴല്ലേ അത് പൊട്ടി. അമ്മയുടെ കുഴ പൊട്ടി എന്താ കുഴപ്പം? നമ്മളിപ്പോ അമ്മയും കൂടെ ഒന്നും ചെയ്യില്ലല്ലോ. അമ്മയുടെ അടുപ്പിന്റെ എന്താ അത്? അല്ല, നമ്മൾ അമ്മയിലൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പൊ അമ്മയുടെ കുഴ പൊട്ടിയില്ല, കുഴപ്പമില്ല. അല്ല, അടുപ്പിന്റെ കുഴ പൊട്ടിട്ടോ. ആ കൂർക്കല്ലേ വെള്ളത്തിലിട്ട് വെച്ചോ രാവിലെ കൂട്ടാൻ വെക്കാൻ. രാവിലെ നേരത്തെ ചോറ് കൊണ്ടുപോകാൻ കൂട്ടാൻ വെക്കാൻ, ഉപ്പേരി വയ്ക്കാൻ ക്യാരറ്റ് ഉണ്ട്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാം. തേങ്ങ കഴിഞ്ഞേക്കണം, അത് പറയാൻ ഓർമ്മ ഉണ്ടായില്ല. തേങ്ങ അല്ലാതെ കൂട്ടാൻ വെക്കേണ്ടി വരും. ഉണക്കത്തേങ്ങ പൊളിച്ച് നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഉണക്കത്തേങ്ങ പൊളിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുക, പിറ്റത്തെ ദിവസം അരിഞ്ഞിട്ടില്ലേ അരച്ച്. അമ്മോ തേങ്ങ ഇല്ലാണ്ട് ചിക്കൻ മോശമാവരുത്. ഇപ്പോഴും വെക്കണത് തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ 8:30 കഴിഞ്ഞ് വന്നപ്പോഴേ 8:30 ഇതായി കഴിച്ച് പാത്രങ്ങളൊക്കെ എത്ര നേരം ആവും അറിയോ? ഞാനിന്നില്ലേ സത്യം പറയാച്ച എന്തേ ഇനി വേണ്ട, എനിക്ക് വലിയമ്മയ്ക്ക് അങ്ങനെയൊന്നും കാണണ്ടല്ലേ. അടിപൊളിയില്ലേ? ഇപ്പൊ ആശുപത്രി പോയാ ഇപ്പൊ കാണുന്നുണ്ടാവില്ല, ഇപ്പൊ ഒന്നും മനസ്സിലായില്ല. അതാ കാണിക്കോട്ടെ, കാണിക്കൂ. എന്താന്ന് തന്നെ അറിയില്ല, അതിനറിയില്ല. പാടുന്നത് മാത്രമല്ലോ, അതൊന്നും അറിയില്ല. എന്താണ് തോന്നിക്ക ചുറി? അതിൽ 3 വരേ ഉള്ളൂ, ഒന്നും അറിയില്ല.
ദേഷ്യമൊക്കെ മാറിയപ്പോ പണക്കൊക്കെ മാറിയപ്പോ എൻ്റെ മാറിയോ പിണക്കമാണോ തന്നെ ഞങ്ങൾ കല്ലിക്കോട് പോയിട്ട് കുഴിമന്തി കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അവന്റെ സങ്കടങ്ങൾ കാണണം കേട്ടോ. കിച്ചുട്ടാ അവിടുന്ന് മാറിയിരിക്കും. ഇതെന്താ അങ്ങനെ ഇരിക്കണത്? കുഞ്ഞനും എന്താ പൊന്നൂസും പാടെ ചവിട്ടിയിട്ടാണ് അടുപ്പിന്റെ മുഴ പോയത്, അറിയോ? കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും. ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ടി. എന്നിട്ടിപ്പം മിഞ്ഞാന്ന് ഞങ്ങള് സിമെന്റ് വെച്ചിട്ട് ഒട്ടിച്ചതാ. അതിനെ മിഞ്ഞാന്ന് സിമെന്റ് വെച്ചിട്ട് ചെയ്താ. അച്ചു തായോ അതൊക്കെ ശരിക്കും ഇതിപ്പോ ചിക്കൻ കറി വെക്കേണ്ടത് അച്ചു പറഞ്ഞു കേട്ടോ. പിറന്നാൾ എൻ്റെ അല്ലേ? എൻ്റെ പിറന്നാളച്ചെങ്കിൽ ഞാൻ വെച്ചായിരുന്നു. എന്താ അതല്ല അറിയണ ഞാനേ. നിങ്ങൾക്ക് സ്നേഹം വേണം പറയാ ചേട്ടാ. എന്തിന്? വെയ്യാത്തോടത്തേനെ അതാ പൊന്നരി പൊറോട്ട തിന്നെ തുടങ്ങിയാ. കഴിച്ചോട്ടെ. പൊന്നരി പൊറോട്ട തിന്നാൻ തുടങ്ങിയാ തോന്നില്ലേ സുകന്യെ? എന്താ വെള്ളപ്പോ സുകന്യെ? തിന്നണ ഇവർക്ക് സ്നേഹമാണല്ലോ എന്നോട്. സുകന്യേ വിദ്യ വിളിച്ചപ്പോ സുകന്യ പറഞ്ഞു. ഞാൻ പറഞ്ഞു സുകന്യക്ക് എന്നോടൊരു സ്നേഹമില്ലാന്ന്. സുകന്യ എടുത്ത് വയ്ക്കരുത്. എൻ്റെ കെട്ടിയോട് സ്നേഹമില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. നിങ്ങളോട് സ്നേഹമില്ല പറയരുത് കേട്ടോ. അവിടെ പോയി അവള് പറയാം എൻ്റെ കെട്ടിയോട്. എനിക്ക് ചിരി വന്നു, സങ്കടം വന്നത് കേട്ടപ്പോ. പിന്നെ ആത്മാർത്ഥനെ ചോദ്യം ചെയ്യുന്നാലോ? എൻ്റെ കെട്ടിയോനോട് സ്നേഹമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും. നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയരുത് കേട്ടോ. വിദ്യ ചിരിക്കുന്നിട്ട് പറയാം അങ്ങനെയാണ് എന്താ സ്നേഹമുള്ളവരെന്ന്. തായൊരു തുള്ളി വെള്ളം കേട്ടോ. ഇതെന്താ വെച്ചാൽ കരിയാണ്, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ. അതിനെ നിങ്ങൾക്ക് അച്ഛനൊക്കെ വായണ്ടേ, വായും വയറൊക്കെ ഉണ്ടേ. ഞങ്ങള് വായുണ്ടെങ്കിലും വയറുണ്ടെങ്കിലും ഞാനാ കുടിക്കില്ല. അവള് ജ്യൂസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഞാനിനി ജ്യൂസും കൂടി കുടിക്കണ്ട. ഞാൻ കൂർക്കയും കൂടി ഇട്ടിട്ട് വെക്കണം വിചാരിച്ചതാ. അപ്പൊ ചെയ്തില്ല. അപ്പൊ സുകന്യയുടെ തൊട്ടു മുമ്പിലാണല്ലോ അവള് പോയിരുന്നത്. സുകന്യ കടക്കായിരുന്നു അപ്പഴേ. എവിടെ? നീ കിടക്കാൻ വേണ്ടി തൊട്ടു മുന്നിൽ അവൾ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് വന്നത്. അതെ അതെ, ഞാനൊന്ന് ഉറങ്ങി നീക്കാറായപ്പോഴേ നീ കടന്നതേ. എന്നിട്ടല്ലേ ഫോൺ നോക്കിട്ട് അവിടെ ഇരിക്കില്ലായിരുന്നോ? ഞാന് ചോറുണ്ടല് കഴിഞ്ഞതും കടന്നു കേട്ടോ. എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നു. പിന്നെ അല്ലെങ്കിൽ സുകന്യാണ് ചായ വെക്കുക. സുകന്യയുടെ പണിയാണ് ചായ വെക്കല്. എന്ന് പിന്നെ ഞാൻ സുകന്യ പാവം കടക്കല്ലേ വിചാരിച്ചു. അതിനെന്താ പൊന്നു പേ പേ പറഞ്ഞിട്ട് ചിക്കൻ പറഞ്ഞിട്ട് പോകച്ചു തവള പറഞ്ഞ പോകച്ചു തവള. ആര്? എങ്ങനെ ഫോണിൽ ചാർജ് ഉണ്ടാവാനാണ്? ഫോൺ ഇങ്ങനെ നോക്കിട്ടിരുന്നു കഴിഞ്ഞാ നമ്മുടെ ചിക്കൻ കുറച്ച് ഗ്രേവി വേണ്ടല്ലേ? പൊറോട്ടയ്ക്ക് പിന്നെ എന്താ ചെയ്യണ? നമ്മൾ ആദ്യമായിട്ടാണ് പിറന്നാളിന് പൊറോട്ട എണ്ണയല്ല എടുക്കാൻ പറഞ്ഞു, വെള്ളം പൊറോട്ട ഉണ്ടാക്കണത് വാങ്ങണത് കേട്ടോ. അച്ചുവിന്റെ പിറന്നാൾ എങ്ങനെയൊക്കെ ആഘോഷിക്കണം വിചാരിച്ച അച്ചു സത്യം തൊണ്ടും ചെറിയ നന്നല്ല പറഞ്ഞു. എന്താ ചെയ്യണത്? അച്ചുവിന്റെ പിറന്നാളല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഇവിടെ അമ്മൂട്ടിയുടെ പിറന്നാളാണ്. എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ആ സമയത്തില്ലേ 10 രൂപയും കൂടി കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കടമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് അതിനും കൂടി പറ്റാത്തൊരു സ്ഥിതി വരും ഇല്ലേട്ടാ. അച്ചുവിന്റെ ഒക്കെ എങ്ങനെയെങ്കിലും കഴിക്കും കിച്ചുവിന്റെയും. പക്ഷെ അമ്മൂന്റെ അച്ചുവിന്റെ ബിരിയാണിയൊക്കെ ആയി. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം ചെയ്തതാണ് ഞാൻ. എന്നിട്ട് അപ്പയ്ക്കും പിന്നെ വയ്യാതെ ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? സത്യം പറയാ എന്താ ഇങ്ങനെ ഇരിക്കാനും നിൽക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ്. എടി അച്ഛ ഉപ്പും കൂടി എടുത്തിട്ട് വരുമോ? ഉപ്പും പാത്രം. സുകന്യാണ് പറ്റാത്ത അവസ്ഥയിലായി. ചുമയൊക്കെ മാറിയതാ. ഇന്ന് സുകന്യാണ് കേട്ടോ ഉള്ളിയൊക്കെ നുറുക്കി തന്ന്. ഞാനിവിടെ ഇരിക്കുന്നതായിരുന്നു. അത് വെക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടോ എൻ്റെ അടുത്ത്? ഉണ്ടോ? മേമാറിയത് എന്താ? എന്നിട്ട് ഞാൻ അവിടെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ സുകന്യ കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഇതാവുക പറഞ്ഞിട്ട് അവൾ അരിയടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അരിയടുപ്പത്തിട്ടതും കൊണ്ട് കുറച്ച് ചോറ് എനിക്ക് വേണ്ടേനും പൊറോട്ട കേട്ടോ. എനിക്ക് ചൂടുള്ള കുറച്ച് കഞ്ഞി കുടിച്ചാൽ മതി. അച്ചു പറയുന്ന കേട്ടോ ഈ എന്താ ഇന്ന് എന്തൊക്കെ പറഞ്ഞത് അമ്മ കുഴിമന്തി ഉണ്ടാക്കാൻ. ഇന്ന് ഞാൻ സത്യം പറയാച്ചാൽ അതൊക്കെ വിചാരിച്ചാട്ടോ
റാവുത്തർ ബിരിയാണി ഇല്ലേ, റാവുത്തർ ബിരിയാണി കുറേ ആയി നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പം എന്നാൽ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കുക, കുറച്ച് ചില്ലി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒന്നും നടന്നില്ല. എന്നാലും വെച്ചു ചിക്കൻ കറിയും പൊറോട്ടയും, രാവിലെ സാമ്പാർ, ഉപ്പേരി, അതിനിപ്പോ അനക്ക് അച്ചാറ്, ഏറ്റവും പപ്പടം. ഇഷ്ടമുള്ളത് പൊറോട്ട അല്ലേ? ബിരിയാണിനെക്കാളും അവൾക്ക് ഇഷ്ടമുള്ള പൊറോട്ട. ഒക്കെ യോഗാണ് അച്ചുവോ, അല്ലെങ്കിൽ ഇപ്പൊ അനക്ക് ഇഷ്ടമുള്ളേക്ക് തട്ടിത്തെറിച്ച് എത്രയെങ്കിലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ആർക്കും പറ്റാത്ത പൊറോട്ട നമുക്ക് തന്നെ കിട്ടിയില്ലേ? അതാണ് ഒക്കെ ഒരു യോഗഭാഗ്യാണ്. ശരിക്കും രാത്രിയിൽ പൊറോട്ട കഴിക്കാൻ പാടില്ല അത്രേ. എന്താ പക്ഷെ ഞങ്ങളെപ്പോഴും നമ്മൾ പൊറോട്ട വാങ്ങണൊക്കെ വീഡിയോയിൽ കാണിക്കാറില്ലേ? നമ്മളൊരു മാസമൊക്കെ ആയില്ലേ പൊറോട്ട വാങ്ങിട്ട്? പൊറോട്ട എപ്പോഴും വാങ്ങില്ല. എന്ത് അച്ചുക്ക് കുറച്ച് എന്താ ബേക്കറി പറയുന്നത്? ചൂടുള്ള അങ്ങനെ കിടക്കണം, അത് മതിയെന്ന്. മേം പാവട്ട അച്ചു കുടിക്കാനുള്ള വെള്ളം ഞാനെടുത്ത് കുടിച്ചു. അപ്പോഴേ നമ്മള് പട്ടികക്കൂലൊക്കെ പൊന്നു എന്താ കാട്ടുന്നത്? ചപ്പാത്തിക്ക് ഒഴിക്കേ കൂർക്കെടുത്ത് വെള്ളത്തിലിട്ടാ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നാളെ രാവിലെ രണ്ടാൾക്കും പാടെ വേഗം ചെയ്യാം. വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പണി ഒരുങ്ങിയാലേ രാവിലെ ഇപ്പോൾ 8 നോക്കട്ടെ. ഇത് എന്താ വാടിയിട്ടില്ല. നാളെ ഇതും വെള്ളപ്പയറും പാടെ കറി വെച്ചാലില്ലേ നല്ല ടേസ്റ്റ് കേട്ടോ. ചിക്കൻ വെച്ച പോലെ ഉണ്ടാവും. ഞാനിങ്ങനെ വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇഷ്ടമല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് പറയും. ഇന്ന് മുളക് മല്ലി ഉണക്കിയിട്ട് അത് പൊടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത് ചെയ്തിട്ടില്ല. ഇനി നാളെ ഉള്ളൂ. അച്ഛമ്മേനെ അമ്മമ്മേനെ അച്ഛമ്മടേത്ത് ഞാൻ നാളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ ഇത് പറഞ്ഞതല്ലേ, നമ്മൾ പറ പറഞ്ഞതല്ലേ പുതിയ വീട്ടിൽ നിന്ന്. അപ്പം ഇനി അമ്മ ഉണ്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് പറ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് എന്താ അമ്മയ്ക്ക് യോഗമില്ല ഇക്കൊല്ലം ചെയ്യാം. അതൊക്കെ ഓരോ ഇതാണ് ലേട്ടാ. ഇപ്പം മരുന്ന് കഴിക്കുമ്പോൾ അസുഖങ്ങൾ മാറുകയാണോ വേണ്ടത്? അപ്പോൾ ദൈവത്തിന് അറിയില്ലേ. നല്ല തണുത്ത കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ. എന്താ കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ നെല്ല് എന്ന് പറയണല്ലോ. നമുക്ക് ചിലപ്പോൾ കുപ്പയിൽ നെല്ല് കിട്ടാൻ യോഗമുണ്ട്. നമ്മൾ ഒരു പറ നെല്ല് വാങ്ങിട്ടോ, ഒരു പറ നെല്ല് കൊയ്ത്ത് എന്താ പറ എൻ്റെ അലറ അടിക്കും 9 മണിയുടെ മരുന്ന് കഴിക്കാനുള്ളത്. ഇനി കഴിച്ചിട്ട് പോകും. മരുന്ന് ഞാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഡോക്ടർ 1 മാസം മരുന്ന് കഴിച്ചിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും നാളെ ശനിയാഴ്ച മരുന്ന് കഴിക്കൽ നിർത്തിയിട്ട് നോക്കാൻ പറഞ്ഞു. 5 മാസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ 1 മാസം മരുന്ന് കഴിക്കൽ നിർത്തിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും മരുന്ന് കഴിച്ചിട്ട് നിർത്തിയിട്ട് നോക്കട്ടെ. പക്ഷേ ഡോക്ടറെ കാണേണ്ടി വരുന്ന തോന്നുന്നു ചേട്ടാ. ഓ അമ്മേനെ വിളിച്ചോ. ഓ ഫോൺ തരാം. ഇത് നല്ല കൂർക്കേട്ടോ, കടുക് ഉണ്ടാവും. സ്റ്റീൽ പാത്രത്തില് സുകന്യ ഒന്നും നോക്കാണ്ട് സാധനം കഴിഞ്ഞു ഞാന് വന്നപ്പോഴേക്കും പറഞ്ഞേക്കണു സാധനം കഴിഞ്ഞു. എന്നിട്ട് അനിയൻ പോയിട്ട് ഉപ്പ് താഴണ്ടേ ഏട്ടാ എടി പൊടിയുപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഉപ്പ് എടുത്തിട്ട് മിക്സിയിൽ ഒറ്റ അടി തന്നെ അടിച്ചാൽ മതി. കല്ലുപ്പാണ് നല്ലത് അല്ലേ? കല്ലുപ്പല്ലേ കൂട്ടുകാരെ നല്ലത്? പൊടിയുപ്പല്ലേ? ഞാൻ താണ്ടോ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ അളവ് ഇട്ട്. എല്ലാവരും ചോദിക്കൂ അളവ് മാറില്ലേന്ന്. എങ്ങനെയാണ് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അളവിനനുസരിച്ച് പ്രത്യേകിച്ച് ചെയ്യുന്ന അളവിനനുസരിച്ച് ഉണ്ടാക്കിക്കൂടെയെന്ന്. ഞങ്ങൾക്ക് 11 പേർക്ക് 2 നേരത്തേക്ക് ഉണ്ടാക്കുമ്പോൾ അളവ് കൂടുതലാവും. ഇപ്പം അധികമൊക്കെ ഈ അണുകുടുംബങ്ങളല്ലേ, അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കുമ്പോൾ അളവ് കൂടില്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ കുറച്ചുകൂടെ എരിവ് വേണ്ട കറികൾക്കൊക്കെ എരിവ് വേണ്ടതാണ്. ചിലയിടത്ത് എരിവ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ വീട്ടിൽ എരിവുണ്ട്, ഏട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലില്ലേ തീരെ എരിവ് പറ്റില്ല. അവരിവിടെ വരുമ്പോഴാണ് കുറച്ചെങ്കിലും എരിവ് കൂട്ടുക. അവിടെ എരിവേ ഉണ്ടാവില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് എരിവ് കമ്മിയായതും കൊണ്ട്
നമുക്ക് ഇങ്ങനെ എന്താ അത് എരിവ് അമ്മി വിചാരിക്കും. അതേപോലെ എൻ്റെ വീട്ടിലും എരിവ്, ഇറച്ചിയിലും മീനിലൊക്കെ എരിവുണ്ടാവും, പക്ഷെ പച്ചക്കറിയിലൊക്കെ എരിവ് ഉണ്ടാവില്ല. പച്ചമുളക് മോരിക്കൂട്ടാനൊക്കെ പച്ചമുളകൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇവിടെ പറഞ്ഞാൽ എരിവ് വേണം. അച്ഛനുള്ള സമയം മുതലേ എരിവും ചൊടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നത് പറയും കേട്ടോ. അതാണ് അളവുകൾ പറയാത്തത്. എന്താ 2 കോഴിമുട്ടയും കൊണ്ടൊന്നുമല്ലല്ലോ. ഇപ്പോൾ നാളൊരു മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ പറയുന്നു, ചേച്ചി മുട്ടക്കറിയുടെ അളവും കാര്യങ്ങളും പറഞ്ഞു തരുമോ ചോദിച്ചിരുന്നു. പക്ഷേ എനിക്ക് അളവ് അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ചിക്കൻ മസാലയെന്ന് വെച്ചാൽ നമുക്കൊരു ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അതാണ് എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് അല്ലേ. എന്താണ് അതാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്, അതല്ലേ. അപ്പം അതേപോലെ എൻ്റെ വീടിൻ്റെ അവിടെ അടുത്ത വീട്ടിലത്തെ ഒരു ഏട്ടനും കൂട്ടുകാരന്മാർ 2 പേര് കല്യാണം ക്ഷണിക്കാൻ വന്നു. അന്ന് ക്ഷണിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ ചിക്കൻ കറി നൂൽപുട്ടും ഉണ്ടാക്കിയപ്പോൾ അവിടെ വീട്ടിൻ്റെ അവിടെ പോയിട്ട് അവർ പറഞ്ഞത്രേ, ഒന്നും അറിയാത്ത പെണ്ണാണ് ഇപ്പം എന്തൊക്കെ പെണ്ണ് ഉണ്ടാക്കണമെന്ന് അറിയുമോ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കൂട്ടോ. നമുക്കിത് അറിഞ്ഞിട്ടല്ല, നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങോട്ട് ശരിയായി പോകും. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ കുറച്ച് പുളി കൂടും, പക്ഷെ അധികം എനിക്ക് കുഴപ്പം വന്നിട്ടില്ല. കാരണം വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ പോയി നോക്കിയതും കൊണ്ട്. പിന്നെ നമുക്ക് അടുക്കള പണി 5ാം ക്ലാസ് കഴിഞ്ഞ മുതൽ കിട്ടിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ അടുക്കളയത്തൊക്കെ കാര്യങ്ങൾ ചീരി മുരിങ്ങയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്തേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറൊക്കെ വയ്ക്കുന്നത് ഇളയാൾക്കും ഇഷ്ടമാണ്. അനിയേട്ടനാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയാറില്ല, ഇപ്പോഴൊക്കെ പറയാറുണ്ട് അല്ലേ. അല്ല, അനിയേട്ടന് അങ്ങനെയല്ല. അനിയേട്ടന് പറഞ്ഞു വെച്ചാൽ മീൻകറിയൊക്കെ പറഞ്ഞാൽ ഒരു ഉള്ളി പച്ചമുളക് അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടാക്കുന്ന മീൻകറി ഇഷ്ടമല്ല. നമ്മുടെ നാടൻ മീൻകറി, വറുത്തരച്ച മീൻകറി. ചിക്കൻ കറിയാണെന്ന് വെച്ചാലും ഇങ്ങനെ വെച്ചാലും കുറച്ചേ കൂട്ടുള്ളൂ കേട്ടോ. പക്ഷേ മുളകും മല്ലി അമ്മിയിലൊക്കെ അരച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ടേസ്റ്റ്. അങ്ങനെ ഇവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്യൊക്കെ ഒരു വിത്താവും. ആദ്യമൊക്കെ കുറേയൊക്കെ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ വീട്ടിലൊന്നും അമ്മിയിൽ അരയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഈ തേങ്ങ മാത്രം, മറ്റേത് പൊടികളാണ് വാങ്ങുക. അപ്പോൾ അമ്മ കുറേ അമ്മിയിലൊക്കെ അരയ്ക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അരപ്പിക്കില്ലല്ലോ, അമ്മയല്ലേ അരയ്ക്കുക. ഇവിടെ വന്ന സമയത്തൊക്കെ അമ്മ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ അരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ കൈയിൻ്റെ ഇവിടെ 2 സൈഡും വേദനയായിരിക്കും. ഞാൻ വിചാരിക്കും എന്താണാവോ എൻ്റെ ഭഗവാൻ എൻ്റെ കൈ ഇങ്ങനെ വേദന എടുക്കുന്നത്. പിന്നെ കൈ ഇങ്ങനെ ചുട്ട് നീറും. അന്ന് ഇല്ല ഏട്ടൻ്റെ അടുത്ത് അത് രസട്ടാ. ഏട്ടനോട് അമ്മി വാങ്ങിട്ടേട്ടാ, അമ്മി വാങ്ങണേന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്താ പറഞ്ഞെന്നറിയോ, അമ്മി വാങ്ങാ, അത് കൊണ്ടുവന്ന് വെക്കാൻ ആളില്ല എന്നാ പറഞ്ഞത് കേട്ടാ. നല്ല കനാണ് അമ്മി, അത് കൊണ്ടുവന്ന് വെക്കാൻ ആളില്ല എന്ന് ഇന്നലെ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞു ഏട്ടാ എപ്പോഴാണ് ഇതാണ്ടോ ഓരോ കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഗ്രില്ലിടേണ്ട കാര്യം പറഞ്ഞപ്പോൾ പിന്നെ എവട്ടെ ഇപ്പം ഇല്ല അവർ അപ്പം അത് അനിയൻ വരുമ്പോൾ അനിയനും കൂട്ടുകാരനും വരുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അമ്മിയിൽ അരച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ഇത് കാണിച്ചു തരാം കേട്ടോ. അമ്മിയിൽ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ എക്സസൈസാണ്. നമ്മൾ ഇപ്പോൾ വർക്കൗട്ടിന് മുമ്പാണ് ഓരോ എക്സസൈസ് ചെയ്യണതിൻ്റെ ഇത് അറിയുള്ളൂ. പിന്നെ വെള്ളം കോരണതിൻ്റെ അതിൻ്റെ ഉണ്ട്. ഒരു ബണ്ണ് 2 കയറിട്ട് ഇങ്ങനെ അതൊക്കെ ഉണ്ട് അതിന്റെ ഇവിടെ എത്തിക്കണം, എത്തിക്കണം നമ്മുടെ കയ്യിൽ ആ സാധനം. ഓരോ ഷോർട്സിൽ കണ്ടതാ, ഒരു ചെക്കൻ വീണ് ഞാൻ മലന്ന് നടന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിങ്ങനെ നെഞ്ചിക്ക് കൊണ്ടുതന്നെയാണ്. സുകന്യനെ ഒരു ദിവസം കൊണ്ടുപോകണല്ലേട്ടാ. ഞാൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫീസ് ഏട്ടൻ കൊടുക്കില്ല. സ്കൂള് പൂട്ടിയിട്ട് പോവാ, സ്കൂള് പൂട്ടട്ടെ എന്നിട്ട് പോവാ പറഞ്ഞിട്ടാ. ഇതാട്ടോ നമ്മുടെ സുകന്യെ ഒരു പാത്രം എടുത്തിട്ട് പോവാ, ഇത് നോക്കാൻ ടേസ്റ്റ് നോക്കാൻ. മല്ലിയിലൊന്നും എടുത്തിട്ട് വന്ന അച്ചു അതൊന്നും അരിഞ്ഞ ചിക്കൻ്റെ അങ്ങനെ കഴിക്കട്ടോ. ആരാ കഴിച്ച്? അമ്മ കഴിച്ചു, കുട്ടി കഴിച്ച്. ഇനി ഒന്നും വേണ്ടി വരില്ല. എന്നൊരു നേന്ത്രപ്പഴം കഴിച്ചിട്ടുണ്ട്. അച്ചോ നോക്കി നോക്ക്, എന്നിട്ട് നിർത്താലോ നമുക്ക്. അപ്പോഴേ ഓരോരോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഉപ്പുമുളകൊക്കെ ഉണ്ടോ?
എരിവുണ്ടോ? കുറച്ച് മല്ലിയില എടുത്തിട്ട് വച്ചിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട്, കഴുകിയിട്ട് എടുത്തു അതിലിടാനാ. ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. ഇതൊരു ഞാൻ വേറെ വേറെ രീതിയിൽ എൻ്റെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും കേട്ടോ. അതുണ്ടാക്ക്, ഇതുണ്ടാക്ക്, അങ്ങനെ ഉണ്ടാക്ക്, ഇങ്ങനെ ഉണ്ടാക്ക്. സത്യം പറയാച്ചാൽ അതൊന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. എന്നാ പറയണ്ടേ. എനിക്ക് സത്യം സുകന്യ ഞാൻ അവിടെ കിടക്കണേണ്ടപ്പോ എന്താ എടുത്തമ്മ അങ്ങടെ മുഖമൊക്കെ ഇങ്ങനെ എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ നോക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഇനി മക്കൾക്ക് അതൊരു സങ്കടമാവണ്ട. നമ്മളുള്ള സമയത്ത് നമുക്ക് വയ്ക്കില്ലേ, നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളില്ലേ. അടുത്ത കൊല്ലമാകുമ്പോൾ അവൾ പറയില്ലേ കഴിഞ്ഞ കൊല്ലൻ്റെ പിറന്നാളിന് ഒന്നും ചെയ്തില്ല എന്ന് പറയില്ലേ. അപ്പോൾ അവരെ ഒരു സങ്കടം. എൻ്റെ ഒന്നും പിറന്നാൾ കഴിച്ചിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. എൻ്റെ പിറന്നാൾ കഴിച്ചിട്ടേ ഇല്ല. കല്യാണം കഴിയണതിൻ്റെ മുമ്പേ ഇല്ല, അത് കഴിഞ്ഞിട്ടും ഇല്ല. എന്താ എൻ്റെ അമ്മ രാവിലെ പണിക്ക് പോവും. ചിലപ്പോൾ രാവിലെ ചോറും മുളക് വറുത്ത പുളിയോ എന്താ ഉള്ളത് പറഞ്ഞു വെച്ചാൽ അത് കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ പോവും. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പിറന്നാളൊക്കെ വിളക്കിൻ്റെ മുമ്പിൽ ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുക്കണതൊക്കെ ഞാൻ കണ്ടേക്കണത്. നിൻ്റെ അവിടെ ചെയ്യായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെ എൻ്റെ പിറന്നാൾ മുടക്കിയാലും ഞാൻ എൻ്റെ കല്യാണ വാർഷികം ഞാൻ മുടക്കില്ല കേട്ടോ. എനിക്കതെന്താണെന്നറിയില്ല, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എനിക്കത് ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും എന്തിനും ഉടക്കിയിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണ വാർഷികം വലിയ ഗ്രാൻഡൊന്നും ആക്കിയില്ല അല്ലേ. എന്തോ അതല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനോട് എന്ത് പറഞ്ഞെന്നറിയോ, അട്ടപ്പാടി പോകണം, എനിക്ക് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് അട്ടപ്പാടി പോവാട്ടെ ഏട്ടാ പറഞ്ഞു. ഞാൻ ജിമ്മിന് വരുന്നില്ല പറഞ്ഞു. അപ്പോൾ ഏട്ടനില്ലേ ഞാൻ ജിമ്മിന് അന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും അന്ന് എനിക്ക് സങ്കടമൊക്കെ വന്ന് അന്നത്തെ ദിവസം കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. എന്താ അട്ടപ്പാടിക്ക് അപ്പോഴേക്ക് ഏട്ടനും എന്തോ ഒരു ഇതിൽ ഏട്ടൻ ഞാൻ ദേഷ്യപ്പെട്ടിരുന്നപ്പോൾ ഏട്ടനും എവിടേക്കും പോയില്ല. ഇതാട്ടോ മല്ലിയില ആക്കി. ഇതാ നമ്മുടെ ചിക്കൻ കറി ഉണ്ടോ, കുറച്ച് ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത്. സുകന്യ താങ്ക് യു. എനിക്ക് അവള് ആർക്കും അല്ലെങ്കിൽ എനിക്ക് ചോറ് വെച്ചേന്. അമ്മയ്ക്ക് താങ്ക് യു ഒന്നും കൊടുക്കണ്ടേ? വേണ്ടാത്രേ സുകന്യ. അതാ കളഞ്ഞു. അവറ്റങ്ങളോട് വരാൻ പറ, തിന്നാൻ എന്താ സമയം വന്നാൽ മതി. എനിക്ക് കണ്ട ചിക്കൻ. ടി വിയിൽ എന്താ വെച്ച് കൊടുത്തേക്കണത്? അതന്നെ ആരും കാണാത്ത. ഒരു കറുത്ത പൂച്ച കൊറേ ദിവസം ഇവിടെ വന്ന് കൂട്ടിയിട്ട് അതിനെ കാണുമ്പോ തന്നെ പേടിയാണ്. പൊട്ടാറ്റോ ഉണ്ടാക്കി തരണം കേട്ടോ, നാളെ തോന്നുന്നു. ഇനി അടിച്ചാൽ മതി നിങ്ങൾ തമ്മിൽ. അച്ഛോ കേക്കിന് വേറെ ശരിക്കും പൊറോട്ടയൊന്നും മുറിക്കണ്ടേ? അതായിരുന്നു വേണ്ടത് അല്ലേ? ബിരിയാണി ആണെങ്കിൽ ഒന്നുകൂടെ ഉഷാറായിരുന്നു അല്ലേ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേവിക്കണ്ടപ്പത്. എല്ല് കഷ്ണം തരട്ടെ നിനക്ക്? ഇറച്ചി കൊടുക്കുന്നവന് അപ്പൊ അതന്നെയാണേ തരുന്നതേ. കരല് വേണ്ടേ? കുഞ്ഞിന് തപ്പി തരണ്ടേ? കാണിക്കത് അങ്ങോട്ട് തിരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണുക? ചോറിലോ അല്ല പാത്രത്തിലോ ഒഴിക്കണ്ടേ? കുഞ്ഞുണ്ണി അവിടെ ഇവിടെ വാ. ഇങ്ങനെ ഇരുന്ന് എങ്ങനെ കഴിക്കാൻ പറ്റുക? അപ്പുറത്തേക്ക് ഇരിക്കുന്ന ഒരാള്. അങ്ങനെ ഇറച്ചിക്കറി ഞാനുണ്ട്, തട്ടിക്കൂട്ടാണ് കേട്ടോ. ഒന്നും നന്നായില്ലൊന്നും പറയണ്ട. രസമുണ്ടോ? പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഇഷ്ടാവും. തേങ്ങയും മാങ്ങയൊന്നും ഇല്ലാത്തതാണ്. പൊറോട്ടയ്ക്ക് രസമുണ്ടോ?
അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തിയ തേങ്ങയില്ലാത്ത കറി കൊണ്ടാണ് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷം കേട്ടോ. ഒരു തേങ്ങയില്ലാത്ത കറി അല്ലേ കുഞ്ഞാ? ചിക്കൻ സ്റ്റൂ അല്ലേ? ഞങ്ങൾ നാളെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കി. ആ ചായ അയ്യോ ഈ പെണ്ണ് എവിടേക്കാ പോയി? ഡിയേ ഈ ചായ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് എവിടേക്കാ പോയി? എന്തേ ചോറ് മതി. എന്താ കുഞ്ഞ് ഇഷ്ടമായില്ലടാ? പിന്നെന്താ കൊണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വിശ്വസൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഒന്നും കൂടി നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പം അത് നടന്നില്ല. ആ ചാറ് വേണ്ട പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം വിളിച്ച്. അപ്പം നാളെ കാണാം കേട്ടോ. നാളെ ടാറ്റ കൊടുക്കല്ലേ അവര്.